കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം. താങ്ക് യു അച്ഛാ. അഭിവന്യ ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിവന്യ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് തിരുമേനി, ആദരണീയരായ വൈദികർ, അതുപോലെ തന്നെ സമാജത്തിന്റെ ജനറൽ സെക്രട്ടറി സുനു ജോയി, ലിനി കൊച്ചമ്മ, എലിസബത്ത് ആന്റി, സാലി കൊച്ചമ്മ, ഐസക് അച്ഛൻ, അങ്ങനെ സന്നിഹിതരായിരിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവിൽ സ്നേഹവന്ദനം. ഇന്ന് തിരുമേനിയുടെ ബർത്ത്ഡേ ആണെന്ന് അറിയാനായിട്ട് ഇടയായി. തിരുമേനിക്ക് ബർത്ത്ഡേയുടെ എല്ലാ ആശംസകളും അറിയിക്കുന്നു, അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്നു. ഇന്ന് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് പാലക്കാടിന്റെ ഈ പ്രദേശത്ത് ഞങ്ങളെല്ലാവരും വളരെ ദുഃഖത്തിലാണ്. നിങ്ങളും ന്യൂസിലൂടെ അറിഞ്ഞു കാണും. ഇവിടെ ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഉണ്ടായിട്ട് 4 പെൺകുട്ടികൾ, 13 വയസ്സുള്ള കുട്ടികൾ മരണപ്പെട്ടു. അവരുടെ അവരുടെ കബറടക്ക ശുശ്രൂഷ ഞാനിന്ന് ശ്രദ്ധിക്കുകയുണ്ടായി. വളരെ ദുഃഖകരമായിരുന്നു. അതിൽ അവിടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു അവരുടെ ആചാര്യൻ. പടച്ചവനെ, ഈ ഓമന കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും ചെയ്ത സുഹൃതങ്ങളെ ഓർത്ത് അവരുടെ ഈ യാത്രയ്ക്ക് പ്രകാശം പരത്തേണമേ എന്ന്. അപ്പോൾ ഞാൻ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ പ്രാർത്ഥനയും ഓർത്ത് നമ്മുടെ ശവസംസ്കാരത്തിലും നമ്മൾ പാടാറുണ്ട്, എന്തുപകാരം എനിക്കേകും ധനസമ്പാദ്യങ്ങൾ, വിധി നിലയത്തിൽ ചോദിക്കും സുഹൃതം ചെയ്തെന്നാകിൽ ഫലം ഉളവായേനെ, വാസസ്ഥലവും ധനവും ഞാൻ ഉടമസ്ഥർക്കേകി ഭീകര സിംഹാസന സവിതയെ പോകുന്നേൻ എന്റെ ചെയ്തികൾ അറിയിപ്പാൻ. നമ്മളുടെ ചെയ്തികളെ ചോദിക്കുന്ന ഒരു ന്യായാസനത്തിലേക്ക് നാം പോകുമ്പോൾ അവിടെ നമ്മോട് കൂടെ കടന്നു വരുവാനുള്ളത് നമ്മുടെ സുഹൃതങ്ങൾ മാത്രമാണ്. നമുക്ക് പ്രകാശം പരത്തുന്നതും ആ സുഹൃതങ്ങളാണെന്ന് ഒരു പ്രാവശ്യം കൂടെ ഇന്ന് ബോധ്യപ്പെടുവാനായിട്ട് ഇടയായി. ഇനി നമ്മൾക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് പരിശുദ്ധ സഭയായി, നാം ഇടവകയായി, കുടുംബമായി ഒക്കെയും പരിശുദ്ധ എൽദോ നോമ്പിന്റെ മധ്യത്തിൽ ആണല്ലോ. എല്ലായിടത്തും ക്രിസ്മസിന്റെ വിളക്കുകൾ തെളിഞ്ഞു, നല്ല പ്രകാശങ്ങളുണ്ട്. ഈ പ്രകാശം നമ്മളോട് വിളിച്ചു പറയുന്നത്, ക്രിസ്മസ് വിളക്കിന്റെ പ്രകാശം നമ്മളോട് വിളിച്ചു പറയുന്നത്, ദൈവത്തിൽ നിന്ന് നാം പ്രകാശം ആർജിച്ചെടുത്തിട്ട് അത് പ്രശോഭിപ്പിക്കുക, അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള അന്ധകാരത്തെ നമ്മൾ പ്രകാശിപ്പിക്കണം എന്നാണ് കാണിക്കുന്നത്. നമ്മുടെ ഭാഗ്യസ്മരണാർഹനായ തിയോഫിലസ് തിരുമേനി എപ്പോഴും പറയായിരുന്നു, ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി, ആരാധനയ്ക്ക് ശേഷമുള്ള ആരാധന. അതായത് ആരാധനയിൽ നമുക്ക് കിട്ടുന്ന ആ പ്രകാശത്തെ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നാം പ്രശോഭിപ്പിച്ചു കൊടുത്ത് അവരെയും ആ പ്രകാശത്തിലേക്ക് നയിക്കണമെന്ന്. ഇത് ഇന്ന് അങ്ങനെ പ്രകാശം പരത്തിയ 2 സ്ത്രീകൾ, ഇന്ന് തിരുമേനി പറഞ്ഞു അമ്മയെ കൂടെ ഓർക്കുന്ന ദിവസമാണല്ലോ. അമ്മമാരെ കുറിച്ച് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. അങ്ങനെ 2 പ്രകാശം പരത്തിയ 2 സ്ത്രീകളാണ് കഴിഞ്ഞ കുറെ ആഴ്ചകളായി നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മ കന്യകമറിയാമും അതുപോലെ എലിസബത്തും. ഒരാള് കന്യകയായിരുന്നു, ഗർഭിണിയായിരുന്നു. ഒരാള് വന്ധ്യയും വയോധികയുമായിരുന്നു, അവളും ഗർഭിണിയായി. അങ്ങനെ അത്ഭുത പ്രതിഭാസങ്ങൾ നടന്ന 2 സ്ത്രീകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ വിശ്വാസത്തിന്റെ കാവലാൾ ആയിരുന്നു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ സ്വന്തം ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്തപ്പോൾ അവർ ജഡരക്തങ്ങളോട് ആലോചിച്ചില്ല, അവരുടെ ഭർത്താക്കന്മാരോട് അനുവാദം ചോദിച്ചില്ല. 2 പേരും ദൈവത്തിന് അവരെ സമർപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരിലൂടെ അത്ഭുതം പ്രവർത്തിച്ചു. അങ്ങനെ ലോകരക്ഷകന്റെ അമ്മ നമ്മുടെയും അല്ലെങ്കിൽ ലോകത്തിന്റെ അമ്മയായി തീർന്നതാണ് പരിശുദ്ധ മറിയത്തിലൂടെ നാം കാണുന്നത്. അവരുടെ മക്കളും അവരെ വിശ്വാസത്തിന്റെ കാവലാൾ ആയതുകൊണ്ട് അവരുടെ മക്കളും വളർന്നു വന്നത് ജ്ഞാനത്തിൽ വളരുകയും അതുപോലെ തന്നെ അവരെ ആത്മാവിൽ ബലപ്പെടുകയും ചെയ്തു. അങ്ങനെ മക്കളിലൂടെ പ്രശസ്തരായ 2 സ്ത്രീകളെയാണ് നാം കാണുന്നത്. ഇവിടെ സ്ത്രീ വിശ്വാസത്തിന്റെ കാവലാളെന്ന വിഷയമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് കേട്ടോടനെ എനിക്ക് മനസ്സിലൂടെ വന്ന ഒരു വേദവാക്യമാണ് നമ്മൾ മുമ്പേ വായിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 18:8. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. ഇത് വേറെ ആരുടെയും സംശയമല്ല, കർത്താവിന്റെ സംശയമാണ്.
ആ സംശയത്തെ ദൂരീകരിക്കാൻ വേണ്ടി അതിനൊരു യേസ് മൂളാൻ വേണ്ടിയാണ് ഇന്ന് എന്നെയും നിങ്ങളെയും ഞങ്ങളുമാകുന്ന അമ്മമാരെ തിരഞ്ഞെടുത്തിട്ട് സ്ത്രീ വിശ്വാസത്തിന്റെ കാവലാൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യജീവിതം നമ്മൾ നോക്കുമ്പോൾ 3 തലങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്. ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയാം, ഗർഭസ്ഥ അവസ്ഥ, അതായത് 9 മാസവും +or- 7 ഡേയ്സ് നമ്മൾ പറയുന്നത്. അത്രയും നാൾ നമ്മൾ ഗർഭാവസ്ഥയിലിരിക്കുന്നു. അത് കഴിഞ്ഞ് അത് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നതാണ്. അതിന്റെ ഘടനകളും ഘടകങ്ങളും എല്ലാം ശാസ്ത്രം തെളിയിച്ചു. അടുത്തതായിട്ട് നമ്മൾ ജനിച്ച് ഈ ലോകത്തിൽ വന്നതിന് ശേഷം 70-80 വർഷം ജീവിക്കുന്നത് നമ്മൾ ജീവിച്ചു പരിചയപ്പെട്ടു, അതുപോലെ കണ്ടു പരിചയപ്പെട്ടു, നമുക്ക് അതേക്കുറിച്ച് അറിയാം. അതിനടുത്ത തലമാണ് മരണാനന്തര ജീവിതം. അതേക്കുറിച്ച് നമ്മൾക്ക് വിശ്വാസം മാത്രമേ ഉള്ളൂ. ആ വിശ്വാസത്തെ കുറിച്ചാണ് നമുക്കിന്ന് കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത്. സമീപകാലത്ത് കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ വേറൊരു സംഭവമായിരുന്നു ഈ വയനാട് ദുരന്തവും. അതിന്റെ ബാക്കി പത്രമായിട്ട് നമ്മൾ കണ്ട ഒരു ശവസംസ്കാരത്തെ കുറിച്ചാണ്. അതായത് 91 ദിവസങ്ങൾക്ക് ശേഷം കണ്ടെടുത്ത ഒരു അസ്ഥിയുടെ ശേഷക്രിയ ചെയ്യുന്നതും, അതുപോലെ 56 വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു സംസ്കാരം സംസ്ഥാന ബഹുമതികളോടുകൂടെ നടത്തുന്നതും നാം കണ്ടു. അതിന്റെ ഛേദോവികാരം എന്താണെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിലൂടെ പെട്ടെന്ന് വന്ന വാക്യമാണ് പഴയ നിയമത്തിൽ, അതായത് ഉൽപ്പത്തി 50:25 ജോസഫ് തന്റെ അസ്ഥികളെ കുറിച്ച് തന്റെ സഹോദരങ്ങളെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നു. അവർ കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ ഈ അസ്ഥികളെ കൊണ്ടുപോകണം, പിതാക്കന്മാരോടുകൂടി അടക്കം ചെയ്യണം. അതൊരു വിശ്വാസമാണ്. രണ്ടാമതായി, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, ഒരു മനുഷ്യൻ എത്ര ഭാഗ്യവാനായിട്ടോ മഹാനായിട്ടോ ജീവിച്ചാലും അവനൊരു നല്ല ശവസംസ്കാരം കിട്ടുന്നില്ല എങ്കിൽ അവൻ ചാവിള്ളയ്ക്ക്, അതായത് ഗർഭമലസ്തിയ ആ ഒരവസ്ഥയിലായിരിക്കും. നമ്മൾ സ്റ്റിൽ ബർത്ത് എന്നും സ്റ്റിൽ ബോൺ എന്നും ഒക്കെ പറയും. അങ്ങനെ ഒരവസ്ഥയിലായിരിക്കും. ഇത് രണ്ടും ഒരു വിശ്വാസമാണ്. അപ്പോൾ പരമ്പരാഗതമായി കൈമാറി വന്ന, അല്ലെങ്കിൽ അമ്മമാരും നമ്മുടെ പിതാക്കന്മാര് കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്ന ഒരു വിശ്വാസത്തിന്റെ അടയാളപ്പെടുത്തലായിരുന്നു ഈ 2 ശവസംസ്കാരവും എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിലൂടെ പരമ്പരാഗതമായി അവർ എന്നാൽ ഇന്നത്തെ തലമുറ അങ്ങനെ ആ വിശ്വാസവും പാരമ്പര്യവും അനുസരിച്ച് വരുന്ന ഒരു ശേഷിപ്പ് നമ്മളിൽ ഉണ്ട്. എങ്കിലും നമ്മുടെ തലമുറ എന്ന് പറയുന്നത് ഈ വിശ്വാസം കാലഹരണപ്പെട്ട വിശ്വാസമാണ്, അത് പഴഞ്ചനാണ് എന്ന് പറഞ്ഞ് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് തലമുറ. ഇവിടെയാണ് നമ്മൾ വിശ്വാസത്തിന്റെ കാവലാളാകേണ്ടത്. കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിയാൽ അവൻ കുരിശിൽ പിടഞ്ഞു മരിക്കുമ്പോഴും സ്ത്രീകളെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചു. എന്താ? യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളുടെ തലമുറയെ ചൊല്ലി അല്ലെങ്കിൽ മക്കളെ ചൊല്ലി കരയുക. ആ ഒരു ദൗത്യമാണ് ഇന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരയുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവർക്ക് വേണ്ടി കാവലാടായിരിക്കുക. ഇവിടെയാണ് മലങ്കര സഭയുടെ മഹാദാർശികനും വേദപണ്ഡിതനുമായ ഭാഗ്യസ്മരണാർഹനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ദർശനം. അദ്ദേഹം ഇപ്രകാരം പറയുന്നു, സ്ത്രീകളുടെ വിശ്വാസം പഠിപ്പിക്കൽ ശുശ്രൂഷ അത് നിന്നുപോയാൽ സഭയുടെ ജീവൻ നഷ്ടപ്പെടും. പൗരസ്ത്യ സഭകളുടെ നിലനിൽപ്പിന്റെ ആധാരം സ്ത്രീകളുടെ വിശ്വാസം പഠിപ്പിക്കലാണ്. എനിക്ക് ലൈംഗിക വിശ്വാസവും പാരമ്പര്യവും പകർന്നു തന്നത് എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞ ഒരു പാരഗ്രാഫ് ഞാൻ ഈയിടെ വായിക്കുകയുണ്ടായി. അതെ, ഇത് സ്ത്രീകൾക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്. അത് പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസമാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകം 3:15 പറയുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അത് അവിടെ പ്രസ്താവിച്ചതോടുകൂടി ഒരു കാര്യം വ്യക്തമാണ്, മനുഷ്യന്റെ രക്ഷാകര പ്രവർത്തികളുടെ തുടക്കം അവിടെ കുറിക്കുകയാണ്. ഒരു സ്ത്രീയില് അതിന്റെ മൂലക്കല്ല് പാകുകയായിരുന്നു എന്ന് കാണാം. അത് തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ പഴയ നിയമത്തിന്റെ ഒടുക്കക്കാരിയായ എലിസബത്തും പുതിയ നിയമത്തിന്റെ തുടക്കക്കാരിയായ കന്യക മറിയാമും അത് വളരെ ഭംഗിയായി നിവർത്തിച്ചു. അങ്ങനെ ആ സ്ത്രീയുടെ സന്തതി ആയ യേശു ക്രിസ്തു അത് പൂർത്തീകരിക്കുകയും ചെയ്തു. അവൻ പറയുന്നു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത് എന്ന് കനാന്യ സ്ത്രീയോട് പറയുമ്പോൾ മാർത്തയോട് പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. വീണ്ടും ഇതാ ഉദിതനായ ക്രിസ്തു പറയുന്നു, ഓ മറിയാമേ, ഞാൻ തോട്ടക്കാരൻ തന്നെ, ഞാൻ കൊല്ലപ്പെട്ടോൻ, ഞാൻ കല്ലറയാർന്നോൻ, ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു, പുനരുജ്ജീവനോട് എഴുന്നേൽപ്പ് ഞാനാണ്. അത് നീ പോയി എൻ്റെ ശിഷ്യന്മാരോട് സുവിശേഷിക്കുക.
അങ്ങനെ വിശ്വാസവും സുവിശേഷവും പരമേൽപ്പിക്കപ്പെട്ടു. അവൾ കണ്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും കേട്ടതുമായ ആ വിശ്വാസമാണ് നമ്മൾക്കും പകർന്നു തന്നത്. നമ്മൾ ഇന്ന് തലമുറകൾക്ക് കൈമാറി കൊടുക്കേണ്ടത്. എങ്ങനെയാണ് മഗ്ദല മറിയാമ്മ ആ വിശ്വാസത്തിന് ആ അംഗീകാരം നേടിയതെന്ന് ചോദിച്ചാൽ, ആദ്യകാലത്തെ നേരം ഇരുട്ടുള്ളപ്പോൾ തന്നെ അവൾ കർത്താവിനെ അന്വേഷിച്ച് കർത്താവിന്റെ ഖബറിങ്കൽ ചെന്നു. അതുപോലെ നാമും ഓരോരുത്തരും അവനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവൻ നമ്മൾക്ക് പ്രത്യക്ഷനാകുകയും ഓരോരോ പദവികളും അതുപോലെ ഉത്തരവാദിത്തങ്ങളും നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്യും എന്ന് നാം മനസ്സിലാക്കണം. ഇനിയും വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞാൽ, വിശ്വാസത്തെക്കുറിച്ച് എബ്രായ ലേഖനകർത്താവ് അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഞാൻ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ വിശ്വാസം വിശേഷപ്പെട്ട വിശ്വാസമാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു പ്രാർത്ഥന, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്ന് മാലാഖമാർ പാടിയപ്പോൾ യോസഫും നിക്കോദീമോസും കൂടെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞു. ഇത് ആരെ നോക്കി പറഞ്ഞതാണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാല്, കാരിരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ട് ഒരു തുള്ളി രക്തം പോലും ഇല്ലാതെ മുഴുവൻ വാർന്ന് ബലഹീനനായി മരിച്ചു കിടക്കുന്ന ഒരാളെ നോക്കിയാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ആ സവിശേഷത എത്രമാത്രമുണ്ട്. ഇത് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? അടുത്തതായി, നമ്മുടെ വിശേഷം വിലപ്പെട്ട വിശേഷമാണെന്ന് പറയുന്നു. കാരണം AD 325 നിക്യാ സുന്നഹദോസിലെ ക്രോഡീകരിച്ച നിക്യാ വിശ്വാസ പ്രമാണത്തിൽ 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നത്തെ പുതിയ തലമുറ അതിനെ എല്ലാം തിരസ്കരിക്കുകയാണ്. ശൂന്യതയിൽ നിന്ന് സകലവും സൃഷ്ടിച്ച ഏക സത്യദൈവത്തെ കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നത് ദൈവമല്ല, ശാസ്ത്രമാണ് വലുത്, ശാസ്ത്രമാണ് എല്ലാം ചെയ്തിരിക്കുന്നതെന്ന്. രണ്ടാമതായി അതിൽ പറയുന്നത്, മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ തലമുറ എന്ത് പറയുന്നു? അതിനെ ഖണ്ഡിക്കുന്നത് അത് പഴഞ്ചനാണ്, അത് കാലഹരണപ്പെട്ട വിശ്വാസമാണ്, അതിന് ഞങ്ങൾ നിൽക്കില്ല. മൂന്നാമതായി, പരിശുദ്ധ കന്യക മറിയാം ദൈവമാതാവാണ് എന്നുള്ള വിശ്വാസത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോകുന്നു. നാലാമതായി അവിടെ പറയുന്നുണ്ട്, മാമോദിസ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. അതിലും അവരുടെ മാമോദിസയെ കുറിച്ച് ഇന്ന് പല വാഗ്വാദങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകം ശുദ്ധം കാതോലിക അപ്പോസ്തോലികമായ സഭയിലുള്ള വിശ്വാസവും ഇന്ന് തലമുറയിൽ നിന്ന് കുറേശ്ശെ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാം വിശ്വാസത്തിന്റെ കാവലാളായി നിന്നുകൊണ്ട് ഇവയൊക്കെയും യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് നമ്മളിലുള്ളത്. ഈ കാലഹരണപ്പെട്ട വിശ്വാസം എന്ന് പറയുമ്പോൾ അല്ല, ഇത് കാലഹരണപ്പെടുന്നതല്ല, ദിനം തോറും ശക്തിയെ തരുന്നതാണെന്ന് പറയുവാനുള്ള ധൈര്യവും അതിനുള്ള വിവേകവും പക്വതയും ഇന്ന് സ്ത്രീകളാകുന്ന നമ്മൾക്കുണ്ടാകണം. കാരണം പറഞ്ഞാല്, ഒരു കാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കാവലാളായിരുന്ന VS അച്യുതാനന്ദൻ, നമ്മുടെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിനോട് സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായിരുന്ന M മുകുന്ദൻ പറഞ്ഞു ഇയാൾ പഴഞ്ചനാണ്. അതിന് മറുപടി പറഞ്ഞത്, ഞാൻ പഴഞ്ചനായിരിക്കാം, എനിക്ക് 80 വയസ്സിന് മേലെയായി, എന്നാൽ ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ആശയം സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം അത് പഴഞ്ചനാകുകയില്ല, അത് കാലഹരണപ്പെടുകയില്ല. അതുപോലെ നാമും പറയണം, നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ വിശ്വാസം അത് കാലഹരണപ്പെടുകയില്ല, നമുക്ക് ശക്തി പകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മക്കളെ മനസ്സിലാക്കുവാനുള്ള കഴിവും വിവേകവും നമ്മൾ ആർജിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് പറയുന്നു, ഇനിയും ആ വിശ്വാസം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം എങ്കിൽ നമ്മളിൽ ആ വിശ്വാസം ഉണ്ടായിരിക്കണം. അതാണ് വളരെ പ്രത്യേകിച്ച് നമ്മൾ ഈ കാലത്ത് ചിന്തിക്കേണ്ടത്. ഈ വിശ്വാസത്തിന്റെ ആഴം ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നമ്മളിൽ ഉണ്ടോ? കർത്താവ് പറയുന്നു, ഒരു വിശന്ന് തളർന്നു നിന്ന ഒരു ജനതയെ കണ്ടിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പം ഉണ്ട്? നമ്മളുടെ കയ്യിൽ ഉള്ളത് മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അതുപോലെ നമ്മുടെ കയ്യിലുള്ള കാര്യത്തിന് മാത്രമേ നമുക്ക് കാവൽ നിൽക്കുവാനും കഴിയുകയുള്ളൂ. അതാണ് നിങ്ങളുടെ കയ്യിലുള്ളതിനെ വിളമ്പി കൊടുക്കുക. നമ്മളുടെ ഇന്നത്തെ ഒരവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് പണമുണ്ട്, ആ പണത്തെ കൊടുത്തിട്ട് നമ്മളൊരു സേഫ് സോണിൽ ഇരിക്കുകയാണ്. പണ്ട് റോമ ഗവർണറായ പീലാത്തോസ് പറഞ്ഞു, എനിക്ക് ഇതിൽ പങ്കില്ല എന്ന് കൈ കഴുകുന്നത് പോലെ നാമും കൈ കഴുകി ഒരു സൈഡിലേക്ക് മാറിയിരിക്കുകയാണോ, അതോ നമ്മളുടെ ദൗത്യം നാം ചെയ്തു തീർക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന ആളോട് പത്രോസും പൗലോസും എന്താണ് പറഞ്ഞത്?
ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത്, സിൽവർ ആൻഡ് ഗോൾഡ് ഹാവ് ഐ നൺ, ബട്ട് സച്ച് ആസ് ഐ ഹാവ് ഗിവ് ഐ ദി, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറേത്ത് റൈസ് അപ്പ് ആൻഡ് വാക്ക്. അതായത് നസ്രാനായ യേശുവിനെ കൊടുക്കുവാനായിട്ട് നമ്മൾ ഇന്ന് സന്നദ്ധരായിരിക്കണം. ഇന്ന് സമൂഹത്തിന് വേണ്ടിയതും നമ്മുടെ തലമുറയിൽ ഇല്ലാതെ പോകുന്നത് നസ്രാനായ യേശുവാണ്. അപ്പൊ യേശുവിനെ കൊടുക്കുവാനും ആ വിശ്വാസത്തെ പുൽകുവാനും നമ്മുടെ തലമുറകളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അതിനുവേണ്ടി നമ്മൾക്ക് ധൈര്യം വേണമെന്ന് പറഞ്ഞു, വിവേകം വേണം, പക്വത വേണം. പിന്നെ വെല്ലുവിളികളെ നാം ഏറ്റെടുക്കണം. അതായത് നമ്മുടേതല്ലാത്ത ചില നുകങ്ങൾ നാം ചുമക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് യെരുശലേം എന്ന പ്രാർത്ഥനാലയത്തിൽ നിന്ന് യെരിഹോ വന്ന മ്ലേച്ഛതയിലേക്ക്, മദ്യത്തിലും മയക്കുമരുന്നിലും അങ്ങനെ പല പല മ്ലേച്ഛതകളിൽ ഇടപെട്ട് നമ്മുടെ തലമുറ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ യെരിഹോവിൽ നിന്ന് യെരുശലേമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നാം വെല്ലുവിളികളെ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് വിശ്വാസത്തിന്റെ പെട്ടകം നാം പണിയേണ്ടിയിരിക്കുന്നു. ആ പെട്ടകത്തിൽ അവരെ ആക്കിയിട്ട് ആ നല്ല ശമരിയക്കാരൻ പറഞ്ഞ പോലെ, ഇനിയും അധികമായി എന്തെങ്കിലും വേണ്ടി വന്നാൽ ഞാൻ തിരികെ വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറയുന്ന അവർക്ക്, തലമുറകൾക്ക് കടപ്പെട്ടവരായി അവരുടെ കാവലാളായി തീരുവാനായിട്ട് ഇന്ന് സ്ത്രീകൾ പ്രാപ്തരായേ പറ്റൂ. ഇത് എത്ര നാൾ തുടരണം എന്നുള്ള ഒരു ചോദ്യം വീണ്ടും അവിടെ അവശേഷിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, കർത്താവ് വരുമ്പോൾ, അതായത് മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കാണുമോ? അതാണ് നമ്മുടെ ആപ്തവാക്യം. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കാണുവാൻ തക്കവണ്ണം അന്നുവരെയും ഈ വിശ്വാസം തലമുറയായി കൈമാറപ്പെടേണ്ടതാണ്. അതാണ് പുത്തമ്പുരയ്ക്കൽ അച്ഛൻ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ദൈവ ഇഷ്ടം ബിംബിഷ്ടവും തന്നിഷ്ടം പൊന്നിഷ്ടവുമായിട്ടാണ് നമ്മൾ ഇന്ന് നടക്കുന്നത്. അങ്ങനെ ആയിരുന്നാലേ ഈ നമ്മുടെ നാട്ടിലൊക്കെ കോഴിയെ അട വെക്കാറുണ്ട്. ഇവിടെയൊക്കെ പൊരുന്ന ഇരിക്കുക എന്ന് പറയും. അട വെച്ചിരിക്കുന്ന ഒരു കോഴി ഒരു 10 ദിവസം കോഴി മുട്ടയുടെ പുറത്തിരുന്നിട്ട് വീണ്ടും ഉദാസീനത കാണിച്ച് ഇറങ്ങി നടക്കുകയാണെങ്കിൽ ആ മുട്ട ചീമുട്ടയായി പോകും. അതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്നു, അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശം വദനായി ആത്മത്തെ സ്വയമേ നിഹനിക്കും. നമ്മളുടെ ആത്മത്തെ നമ്മൾ തന്നെ നിഹനിക്കും. അതുപോലെ നമ്മളുടെ മക്കളുടെ ആത്മത്തെയും നിഹനിക്കും. ഈ മുട്ട ചീമുട്ടയായി പോകുന്നത് പോലെ ഈ ഉത്തരവാദിത്വം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം പാതി വഴിയിൽ നാം ഉപേക്ഷിച്ചാൽ നമ്മളുടെ മക്കളും സമൂഹത്തിൽ ചീഞ്ഞു നാറുന്നവരായി തീരും. ഒരിക്കൽ IG സന്ധ്യ പറയുണ്ടായി, നമ്മുടെ ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് ഒരു മാലിന്യ വസ്തുക്കളെല്ലാം കൂടെ കൂട്ടി നിറച്ചു വെച്ചിരിക്കുന്ന ഒരു പഴം ചാക്കാണെന്ന്, അവരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന്. അങ്ങനെ പറയിപ്പിക്കാനല്ല, ക്രിസ്ത്യാനികളായ നമ്മളുടെ തലമുറ മുന്നോട്ട് പോകും തോറും അവർ പ്രകാശമുള്ളവരായി, അവരുടെ ചുറ്റുപാടുമുള്ള അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്നവരായി തീരുവാൻ ഈ അമ്മമാരാകുന്ന നമുക്കും ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് നാം ഇന്ന് ചെയ്യേണ്ടത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഉത്തമ സ്ത്രീകളാകുക. വേദഗ്രന്ഥത്തിൽ അനേക ഉത്തമ സ്ത്രീകളെ കാണാം. പഴയ നിയമത്തിൽ സാറ, റാഹേൽ, എസ്തർ, ഹന്ന, രൂത്ത്, നവോമി, ഇങ്ങനെ പോകുന്നു. പുതിയ നിയമത്തിൽ കന്യക മറിയ, മഗ്ദലന മറിയ, ഫേബ, പ്രിസ്കില്ല, സുന്ദക, മാർത്ത, മറിയ, ഇങ്ങനെയുള്ളവരെ പോലെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഉത്തമ സ്ത്രീകളായി, നമ്മുടെ വിശ്വാസത്തിന്റെ കാവലാളായി, വിശ്വാസത്തിന്റെ പെട്ടകം പണിഞ്ഞ് നമ്മുടെ മക്കളെ അതിനുള്ളിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി കടപ്പെട്ടവരായി, വീണ്ടും എന്തെങ്കിലും വന്നാൽ തിരികെ ഞാൻ വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് പറയുന്നവരായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മൾക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തെ നിർത്തുന്നു. അതുപോലെ ഈ അവസരം തന്ന ഇതിന്റെ ഭാരവാഹികളെയും എലിസബത്ത് ആന്റിയോടും ഐസക് അച്ഛനോടും എബി അച്ഛനോടും എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എബി അച്ഛൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മൾ കേട്ട വളരെ അർത്ഥപൂർണമായ ഒരു വാക്ക് കാവലാളാവുക എന്നുള്ളതാണ്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാവൽക്കാരായി ആരെയെങ്കിലും നിയമിച്ചാൽ അവർക്ക് they should have some criteria.
അവര് ബലമുള്ളവരും ശക്തരും എപ്പോഴും വിജിലന്റുമായിട്ടിരിക്കുന്ന ആളുകളായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കാവലിരിക്കാൻ കഴിയുകയുള്ളൂ. ഇത് ഇറ്റ്സ് നോട്ട് എ ഫിസിക്കൽ തിങ്. ഇത് ശാരീരികമായ ബലവും ശക്തിയും ഒക്കെ ഇറ്റ്സ് എ സെക്കൻഡറി തിങ് ടു അസ് ഇൻ ദ സ്പിരിച്വാലിറ്റി. ചില ആളുകൾ പറയാറുണ്ട്, നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ പറയും പ്രാർത്ഥിക്കണമെന്നുണ്ട്, ശരീരം നേരെ നിൽക്കുന്നില്ല. നമ്മൾ ഒരു തല നേരെ നിൽക്കുന്നില്ല, പ്രാർത്ഥിക്കണമെന്നുണ്ട്, മനസ്സിലുണ്ട് എന്ന് പറയാറുണ്ട്. നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒന്ന്, നമ്മൾ കാവലിരിക്കുന്നില്ലെങ്കിൽ പലരും കവർന്നുകൊണ്ട് പോകും. നമ്മുടേത് കവർന്നു പോകാതിരിപ്പാൻ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായത്, ഞങ്ങളുടേത് സുഹൃതങ്ങളൊന്നും ആരും കവർന്ന് നഷ്ടപ്പെടുത്തി കളയരുതേ എന്നുള്ളത് നമ്മൾ പ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കുന്ന ഒന്നാണ്. അമ്മമാരുടെ ജോലി നമുക്കറിയാം. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് കാവലായിരിക്കാൻ അമ്മമാർ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്. അത് നമ്മൾ എപ്പോഴും ചേർത്ത് പറയുന്ന, കർത്താവ് തന്നെ ചേർത്ത് പറയുന്ന ഒരു കാര്യം, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ കാക്കുന്നത് പോലെ. കോഴി കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ ചിറകടിയിൽ കാക്കുന്നത്, അതേ അനുഭവം വിശ്വാസത്തിന്റെ കാവലാളായി നിലനിൽക്കുന്ന അമ്മമാർ നിലനിൽക്കുന്നെങ്കിലേ അടുത്ത തലമുറ നിലനിൽക്കുകയുള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് പലരും കരയുകയും പറയുകയും ചെയ്യുന്ന, പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് അടുത്ത തലമുറയെ സംബന്ധിച്ച്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കാവൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണോ എന്ന് സ്വയം ചിന്തിക്കാനുള്ള കാര്യം. നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാവൽ അത്ര ശരിയായിട്ടില്ല എന്ന് ചിന്തിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലും ജീവിതത്തിലും നമ്മുടെ കാവൽ ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, ആർക്കെങ്കിലും ആക്രമണം ഉണ്ടാകുമ്പോൾ, പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താ? അവരുടെ സെക്യൂരിറ്റി ശക്തിപ്പെടുത്തും എന്ന് പറയുന്നത് പോലെ, നമുക്ക് ചുറ്റും ഒരു വേലി കെട്ടാൻ നമുക്ക് തന്നെ കഴിയുന്ന വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ നിലനിൽപ്പിന്റെ അനുഭവങ്ങളെ നിലനിർത്താൻ നമുക്ക് കഴിയുമെങ്കിൽ അത് അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ സാധിക്കുന്നത്. കാരണം ഫ്ലെക്സിബിലിറ്റി അക്കാര്യത്തിലൊക്കെ ഉള്ളത് അമ്മമാര്. അവരോട് ചേർന്ന് നിൽക്കാനും അടുത്ത തലമുറയെ നയിക്കാനും നമ്മളെ തന്നെ ശോധന ചെയ്യുവാനും ഒക്കെ അത് ഇടയാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ട ആന്റി നമ്മളോട് സംസാരിച്ചപ്പോഴേ വിവിധ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു, അവരുടെ വിവിധ നിലകളിലുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ആ നിലകളിലുള്ള ജീവിതമൊക്കെ നമുക്കും സാധിക്കുന്ന ഒന്നാണ്. അവരുടെ വിശ്വാസവും അവരുടെ ധീരതയും ഒക്കെ നമുക്കും സാധിക്കുന്ന, പക്ഷെ ഈ ലോക ജീവിതത്തിന്റെ ഇടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതോ അല്ലെങ്കിൽ അളവിൽ കുറയുന്നതോ ഒക്കെ ആയിരിക്കാം. പക്ഷെ അതിനെ എത്രമാത്രം ശക്തിയോടെ നിലനിർത്താൻ നമുക്ക് കഴിയും എന്നുള്ളത് ചിന്തിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, വരും കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, സഭയുടെ ആവശ്യമാണ്, വിശ്വാസത്തിന്റെ ആവശ്യമാണ്, ഈ ലോകത്തിന്റെ തന്നെ നിലനിൽപ്പിന്റെ ആവശ്യമായി വരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം എന്ന് ആണ് നമ്മളെ ഓർമ്മിപ്പിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഈ തിരുജനനത്തിന്റെ കാലയളവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തും. നമ്മുടെ കണ്ണുകളിൽ നക്ഷത്രങ്ങൾ തെളിയുവാൻ, നമ്മൾ തൂക്കുന്ന നക്ഷത്രങ്ങൾ മാത്രമല്ല, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, പ്രത്യാശയുടെ നക്ഷത്രം നമ്മുടെയും മറ്റുള്ളവരുടെയും കണ്ണുകളിൽ എപ്പോഴാണോ തിളങ്ങുന്നത് അവിടെയാണ് അത് പൂർത്തിയാകുന്നത്. അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് പോകുവാൻ നമുക്ക് ഇടയാകണം. അതിന് ദൈവം പരിശുദ്ധാത്മാവ് നമുക്ക് ഇടയാകട്ടെ. ഇന്നത്തെ ദൈവവചനത്തിനായി പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായി അറിയിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സുജാമ തോമസ് നമുക്ക് നൽകിയ ഈ ദൈവവചനം അർത്ഥപൂർണമായി ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് ഇടയാവട്ടെ. പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ ഭദ്രാസനത്തിന്റെ MMVSന്റെ പേരിലും എല്ലാവരുടെയും പേരിൽ, അഭിവന്യ തിരുമേനിയുടെ പേരിൽ, എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും.